Hello students, welcome to the seventh session in this third module. So we have been discussing about reciprocating pump, and we have discussed the ideal indicator diagram and the actual indicator diagram, which shows the effects of friction head and the acceleration pressure. Okay. Today we'll be going to learn a topic called air vessels. So air vessel is an is a particular type of vessel which is used in reciprocating pumps. Okay, so these air vessels are used in reciprocating pumps, and their functions are the reason for using these air vessels is there are three main reasons. First one is to obtain a continuous supply of liquid at a uniform rate. നമുക്കറിയാം ഈ റെസിപ്രോക്കേറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ടു ആൻഡ് ഫ്രോ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ യൂസ് ചെയ്തിട്ടാണ് പമ്പ് വാട്ടറിനെ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു പൾസസ് ആയിട്ടായിരിക്കും നമുക്ക് ഡിസ്ചാർജ് കിട്ടുക, പൾസ് ആയിട്ട്. പക്ഷേ if you are using air vessel, we will obtain a continuous supply of liquid at a uniform rate. Second reason is to save a considerable amount of work in overcoming the friction resistance in suction and delivery pipes. നമുക്കറിയാം ഈ ഫ്രിക്ഷൻ ഹെഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഉണ്ട്. അത് 2/3 HFD പ്ലസ് 2/3 HFS രണ്ട് ഡെലിവറിയിലും സെക്ഷനിലും ഒരു ലോസ് ഓഫ് ഹെഡ് വരുന്നുണ്ട് അല്ലേ? എക്സ്ട്രാ ഹെഡിനെതിരെ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് നമുക്ക് കൂടുതലാണ് ചെയ്യേണ്ടത്. 2/3 HFS പ്ലസ് 2/3 HFD നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരുന്നുണ്ട് അതെ. അത്രയും ഹെഡ് നമുക്ക് ഓവർകം ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ ഹെഡ് നമുക്ക് കുറക്കാൻ പറ്റും. നമുക്ക് എമൗണ്ട് ഓഫ് വർക്ക് സേവ് ചെയ്യാൻ പറ്റും. കുറച്ച് എമൗണ്ട് ഓഫ് വർക്ക് സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് ടു റൺ ദ പമ്പ് അറ്റ് ഹൈ സ്പീഡ് വിത്തൗട്ട് സെപ്പറേഷൻ. നമുക്കറിയാം ഒരു മാക്സിമം സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്പീഡിന് അധികം പോയി കഴിഞ്ഞാൽ പമ്പിൽ സെപ്പറേഷൻ എന്നുള്ളൊരു ഫിനോമിന ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഈ എയർ വെസലിനുകൊണ്ട് സാധിക്കും. എന്താണ് ഈ എയർ വെസൽ? എയർ വെസലിൽ ഇത് നോക്കിക്കോളൂ. സോ എയർ വെസൽ ഈ ഫിഗർ നോക്കുക. ദ എയർ വെസൽ ഈസ് എ ക്ലോസ്ഡ് ചേംബർ കണ്ടെയ്നിങ് കംപ്രസ്ഡ് എയർ ഇൻ ദി ടോപ്പ് പോർഷൻ ആൻഡ് ലിക്വിഡ്. കാരണം ഈ ഒരു ഇതൊരു എയർ വെസലാണ്. എയർ വെസലിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു കുറച്ച് കംപ്രസ്ഡ് എയർ ഉണ്ടാവും, ആൻഡ് ബോട്ടമിൽ liquid or water which is being pumped using the pump, reciprocating pump. ഏത് പമ്പാണോ ഏത് ലിക്വിഡാണോ നമ്മൾ പമ്പ് ചെയ്യുന്നത് ആ ലിക്വിഡ് ഈ എയർ വെസലിൻ്റെ ബോട്ടം പോർഷനിൽ ഉണ്ടാവും, ടോപ്പ് പോർഷനിൽ കംപ്രസ്ഡ് എയർ ആയിരിക്കും. ഓക്കെ, so at the base of this chamber there is an opening through which the liquid or water may flow into the vessel. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് അല്ലേ? ഈ ഒരു ഓപ്പണിങ്ങിൽ ടു ആൻഡ് ഫ്രോ, ഉള്ളിലേക്കും പുറത്തേക്കും വാട്ടറിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വെൻ ദ ലിക്വിഡ് എൻറ്റേഴ്സ് ദ എയർ വെസൽ ദ എയർ ഗെറ്റ് കംപ്രസ്ഡ്. ഇങ്ങോട്ട് വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ ഈ എയർ എന്താവും? എയർ കംപ്രസ്ഡ് ആവും. സോ ഇറ്റ് ഗെറ്റ്സ് കംപ്രസ്ഡ് ഫർദർ. ആൻഡ് വെൻ ദ ലിക്വിഡ് ഫ്ലോസ് ഔട്ട്, ലിക്വിഡ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ദ എയർ ഗെറ്റ് എക്സ്പാൻഡ് അല്ലേ? ദ എയർ വിൽ എക്സ്പാൻഡ് ഇൻ ദ ചേംബർ. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ദർ ആർ ടു എയർ വെസൽസ്. One can be fitted at the end of suction pipes. സക്ഷൻ പൈപ്പിൻ്റെ എൻഡിലും പിന്നെ ഡെലിവറി പൈപ്പിൻ്റെ ബിഗിനിങ്ങിൻ്റെ അടുത്ത്, അതായത് ഡെലിവറി വാൾവിൻ്റെ അടുത്തും സെക്ഷൻ വാൾവിൻ്റെ അടുത്തും രണ്ട് നമുക്ക് എന്ത് വെക്കാം? എയർ വെസൽസ് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ നമുക്ക് ഒരു ഫിഗർ കണ്ടല്ലോ. സോ യു ക്യാൻ സീ ഇതൊരു സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ടു വിച്ച് എയർ വെസൽസ് ആർ ഫിറ്റഡ് ഇൻ ദ സെക്ഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദ സെക്ഷൻ പൈപ്പ് ആൻഡ് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി ഡെലിവറി പൈപ്പ്. സോ ദ എയർ വെസൽ ആക്ട്സ് ആസ് ആൻ ഇൻ്റർമീഡിയറ്റ് റിസർവോയർ. ഒരു ഇൻ്റർമീഡിയറ്റ് റിസർവോയർ ആയിട്ടാണ് റിസർവോയർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സക്ഷൻ സ്ട്രോക്ക് കൺസിഡർ ചെയ്യുക. സക്ഷൻ പൈപ്പിൽ എന്തുണ്ട്? അതായത് പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻ ദ സിലിണ്ടർ ഗെറ്റ്സ് റെഡ്യൂസ് ബിലോ ദി അറ്റ്മോസ്ഫിയർ പ്രഷർ, ആൻഡ് സിൻസ് ദ പ്രഷർ ഇൻ സിലിണ്ടർ ഈസ് ലോവർ ദാൻ ദി അറ്റ്മോസ്ഫിയർ പ്രഷർ, നാച്ചുറലി ദ വാട്ടർ ഫ്രം ദി സമ്പ് ഗെറ്റ് സക്ഡ് ഇൻ ടു ദി സിലിണ്ടർ അല്ലേ? പക്ഷേ നമുക്കറിയാം ദ പിസ്റ്റൺ മൂവ്സ് വിത്ത് ആൻ ആക്സലറേഷൻ. പിസ്റ്റൺ എന്നുണ്ട്, ഒരു ആക്സലറേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇനീഷ്യലി പോസിറ്റീവ് ആക്സലറേഷൻ ആണ്, അതായത് സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ആക്സലറേഷൻ ഉണ്ടാകുമ്പോൾ വിച്ച് മീൻസ് ദ വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ദ സെക്ഷൻ പൈപ്പ് ഈസ് മോർ ദാൻ ദ വെലോസിറ്റി ഓഫ് മീൻ വെലോസിറ്റി at the beginning of the suction. Acceleration is
positive. That means velocity, instantaneous velocity is greater than mean velocity. ഒരു ആവറേജ് വെലോസിറ്റി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റിനെക്കാട്ടും കൂടുതലായിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കൂടുതൽ, ഇറ്റ് മീൻസ് ദാറ്റ് ഡിസ്ചാർജ് ഈസ് ഹയർ. ഡിസ്ചാർജ് ഹയർ ആണ്. You will have a higher discharge. Discharge of water in the cylinder will be more than the mean discharge. More than, higher than, or more than mean discharge. കാരണം അവിടെ ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ വെലോസിറ്റി കൂടും, ഡിസ്ചാർജും കൂടും. പക്ഷെ നമുക്ക് മീൻ ഡിസ്ചാർജിനെക്കാട്ടിയും കൂടുതൽ എന്തുണ്ട്, ഇൻസ്റ്റന്റേനിയസ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ദർ ഷുഡ് ബി ആ എക്സസ് ക്വാണ്ടിറ്റി എവിടെ നിന്ന് വരണം? ആ എക്സസ് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, എക്സസ് ക്വാണ്ടിറ്റി, ആ എക്സസ് ക്വാണ്ടിറ്റി ആര് പ്രൊവൈഡ് ചെയ്യും? ഇറ്റ് വിൽ ബി സപ്ലൈഡ് ബൈ AV, എയർ വെസലാണ്. ഈ ഫിഗറിൽ കണ്ടു. ഈ എയർ വെസലിൽ ഇതൊരു ഇൻ്റർമീഡിയറ്റ് റിസർവോയർ ആയിട്ടല്ലേ പറഞ്ഞത്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സസ് ആയിട്ടുള്ള വാട്ടർ ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഹയർ ആക്സലേഷൻ കാരണം ഉണ്ടാവേണ്ട ഹയർ ഡിസ്ചാർജ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു പിസ്റ്റൺ മിഡ് പാർട്ട് കഴിഞ്ഞ് മിഡ് പാർട്ടിൽ നിന്ന് റൈറ്റ് എക്സ്ട്രീം എൻഡിലേക്ക്, അതായത് ഇവിടെ റൈറ്റ് എക്സ്ട്രീം എൻഡിലേക്ക് എത്തുമ്പോൾ അവിടെ എന്താണ് റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആക്സലേഷൻ നെഗറ്റീവ് ആണ്, മീൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ലെസ് ദാൻ മീൻ വെലോസിറ്റി ആയിരിക്കും. മീൻ വെലോസിറ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ചാർജ് വിൽ ബി ലെസ് ദാൻ മീൻ ഡിസ്ചാർജ് ആയിരിക്കും. മീൻ ഡിസ്ചാർജിനെക്കാട്ടിയും കുറവായിരിക്കണം ഇൻസ്റ്റന്റേനിയസ് ഡിസ്ചാർജ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ എന്തുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ വോളിയം ഉണ്ട്. ആ വോളിയം നമ്മൾ ഇവിടത്തേക്ക് എയർ വെസലിലേക്ക് സപ്ലൈ ചെയ്യും, തിരിച്ച് എയർ വെസലിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഓക്കെ, സോ ഡിസ്ചാർജ് എൻ്ററിങ് ദ സിലിണ്ടർ വിൽ ബി ലെസ് ദാൻ ദ മീൻ ഡിസ്ചാർജ്. അപ്പോൾ ആ എക്സ്ട്രാ എവിടെയാണ് പോകുന്നത്? വെലോസിറ്റി ഓഫ് വാട്ടർ. എന്തുകൊണ്ട്? ദാറ്റ് എക്സസ് വാട്ടർ ഫ്ലോയിങ് ഇൻ ദ സക്ഷൻ പൈപ്പ് വിൽ ബി സ്റ്റോർഡ് ഇൻസൈഡ് ദി എയർ വെസൽ സ്റ്റോർ. അപ്പോൾ സക്ഷൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എയർ വെസലിൽ നിന്ന് നമ്മൾ വാട്ടർ സിലിണ്ടറിലേക്ക് കൊടുക്കും. സക്ഷൻ്റെ സെക്കൻഡ് പാർട്ടിൽ, അതായത് റിട്ടാർഡേഷൻ പാർട്ടിൽ സിലിണ്ടറിൽ ഉണ്ടാകുന്ന എക്സസ് വാട്ടർ നമ്മൾ എയർ വെസലിലേക്ക് സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അതേപോലെ തിരിച്ച് എവിടെ എന്തുണ്ട്, നമ്മളെ ഡെലിവറി സ്ട്രോക്കിലും സെയിം ഫങ്ഷൻ. ഡെലിവറി സ്ട്രോക്കിൽ എന്താ സംഭവിക്കുക? ഡെലിവറി പൈപ്പിൽ നമുക്കറിയാം, എയർ വെസൽ ഈസ് ഫിറ്റഡ് ഇൻ ടു ദി ഡെലിവറി പൈപ്പ് ഡ്യൂറിങ് ദി ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡെലിവറി സ്ട്രോക്ക്. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ ആണ്. ദ പിസ്റ്റൺ മൂവ്സ് വിത്ത് ആക്സലറേഷൻ ആൻഡ് ഫോഴ്സസ് ദ വാട്ടർ ഇൻ ടു ദ ഡെലിവറി പൈപ്പ്, അല്ലേ? ഡെലിവറി പൈപ്പിലേക്ക് വാട്ടർ നമ്മൾ പുഷ് ചെയ്യും, അല്ലേ? The quantity of water in excess of the mean discharge will flow into the air vessel. കാരണം നമ്മൾ ഒരു പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഹയർ എന്താണ്, കൂടുതൽ വെലോസിറ്റി, ആദ്യം ആക്സലറേഷൻ അല്ലേ, അപ്പോൾ കൂടുതൽ വെലോസിറ്റിയിൽ പുഷ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ഡിസ്ചാർജ് ഉണ്ട്. ആ കൂടുതൽ ഡിസ്ചാർജ് നമുക്ക് ഇവിടെ പുഷ് ചെയ്യുന്നില്ല, അപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഹാഫിൽ എന്താണ്? സെക്കൻഡ് ഹാഫിൽ റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ മീൻ ലെവൽ, അതായത് റിക്വയർഡ് ലെവലിനെക്കാട്ടി താഴെ ആയിരിക്കും പുഷ് ചെയ്യുന്ന വാല്യൂ. അപ്പോൾ എക്സ്ട്രാ, അതായത് നമുക്ക് ആവറേജ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എയർ വെസലിന് തിരിച്ച് ഇവിടത്തേക്ക് വാട്ടർ എടുക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എയർ വെസൽ. നമുക്ക് ഇതിൻ്റെ അനാലിസിസിലേക്ക് പോകാം. സപ്പോസ് ഫിഗറിൽ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സിലിണ്ടർ ആയിട്ട് എടുക്കാം, സ്മോൾ എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സെക്ഷൻ ഓർ ഡെലിവറി പൈപ്പ്, രണ്ടും സെയിം ആയിട്ട് എടുക്കാം. ആൻഡ് LD, സ്മോൾ LD എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ഡെലിവറി പൈപ്പ് ബിയോണ്ട് എയർ വെസൽ. ഈ ഫിഗർ നോക്കാം. അപ്പോൾ എയർ വെസലിൻ്റെ ലെവലിൽ നിന്ന് അതിൻ്റെ മുകളിലേക്കുള്ള ലെങ്ത് ആണ് LD. എയർ വെസലിലേക്കുള്ള ലെങ്ത്, അതായത് പമ്പിൻ്റെ സെൻറ്ററിലായിരുന്നു എയർ വെസലിലേക്കുള്ള ലെങ്ത് LD', അതിൻ്റെ മുകളിലേക്കുള്ള LD. അതേപോലെ താഴേക്ക് LS' പ്ലസ് LS, ടോട്ടലി LS പ്ലസ് LS ആയിരിക്കും. മുകളിലേക്ക് LD' പ്ലസ് LD ആയിരിക്കും. ഓക്കെ, അപ്പോൾ LD' എന്താണെന്ന് മനസ്സിലായി, LS' എന്താണെന്ന് മനസ്സിലായി, LS മനസ്സിലായി. HID എന്ന് വെച്ചാൽ എന്താണ്? പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സലറേഷൻ ഡെലിവറി പൈപ്പ്. പ്രഷർ ഹെഡ് HIS, പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സലറേഷൻ സക്ഷൻ പൈപ്പ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. HFT സെയിം, ഫ്രിക്ഷൻ ഹെഡ്, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ.
ഫ്രിക്ഷൻ ബിയോണ്ട് ദി എയർ വെസൽ. ശ്രദ്ധിക്കണം, ബിയോണ്ട് ദി എയർ വെസലാണ്. അതായത് എൽ ഡി ലെങ്ത്തിലുള്ളതാണ് HFD. HFD ഡാഷ് എന്ന് വെച്ചാൽ LD ഡാഷ് ലെങ്ത്തിലാണ്. അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഡെലിവറി പൈപ്പ് ബിറ്റ്വീൻ സിലിണ്ടർ ആൻഡ് എയർ വെസൽ. HFS എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ സക്ഷൻ പൈപ്പ് ബിലോ എയർ വെസലാണ്. HFS ഡാഷ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ സക്ഷൻ പൈപ്പ് ബിറ്റ്വീൻ സിലിണ്ടർ ആൻഡ് എയർ വെസൽ. നമുക്കറിയാം the effect of acceleration will be observed only in the length LD dash and LS dash. കാരണം which may be made very small by fitting air vessels very close to the cylinder. The velocity of flow of water in the length LD and LS will be equal to the mean flow of velocity. അതായത് നമ്മൾ പറഞ്ഞു എയർ വെസൽസിൻ്റെ ഫങ്ഷൻ പറഞ്ഞില്ലേ, അതായത് ആക്സലറേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്തുകൊണ്ട്? എവിടെ? എയർ വെസൽസ് യൂസ് ചെയ്ത്. അപ്പോൾ ആക്സലറേഷൻ കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് ഇവിടെ ഈ ഒരു ലെങ്ത്തിലേ ഉണ്ടാവും. ഇതിന് മുകളിലേക്ക് ആക്സലറേഷൻ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ LS ഡാഷും LD ഡാഷിൽ എന്തുണ്ടാവും? The effect of acceleration will be observed only in these lengths LD dash and LS dash, which may be made very small by fitting air vessels very close to cylinder. അപ്പോൾ ഈ എഫക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെ? LS ഡാഷും LD ഡാഷും 0 ആയാൽ മതി. അതായത് എയർ വെസൽസ് ഫിറ്റ് ചെയ്യുന്നുണ്ട് വെരി ക്ലോസ് ടു ദി എന്താണ് സിലിണ്ടറിൻ്റെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് LS ഡാഷ് LD ഡാഷ് 0 ആക്കാം. അങ്ങനെ ആക്സലറേഷൻ്റെ എഫക്റ്റ് തന്നെ കളയാൻ പറ്റും അല്ലേ. സോ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ദ ലെങ്ത് LD ആൻഡ് LS വിൽ ബി ഈക്വൽ ടു ദി മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ. അപ്പോൾ LSലും LDയിലും അങ്ങനെയാണെങ്കിൽ LS ലെങ്ത്തിലും LD ലെങ്ത്തിലും ഉണ്ടാകുന്ന വെലോസിറ്റി എന്തായിരിക്കും? മീൻ വെലോസിറ്റി ആയിരിക്കും. കാരണം ആ വെലോസിറ്റിയിലെ വേരിയേഷൻ LS ഡാഷും LD ഡാഷിലേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് മുകളിലുള്ള ലെങ്ത്തിലേക്ക് എന്ത് ഉണ്ടാവില്ല? ആക്സലറേഷൻ എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം അവിടെ എന്താണ്? ദ എയർ വെസൽ ഈസ് ഡൂയിങ് ഇറ്റ്സ് ജോബ്. ഇറ്റ് ഈസ് nullifying the effect of acceleration. Okay, so you know that for a single acting pump discharge is ALN by 60. So mean velocity എന്ന് പറയുന്നത് V bar എന്ന് പറയുന്നത് ഡിസ്ചാർജ് Q by area of pipe ആണ്. That means ALN by 60 divided by area of pipe എന്ന് പറയുന്നത് A അല്ലേ. ഏരിയ ഓഫ് പൈപ്പ് എന്ന് പറയുന്നത് A. അതിൽ N നമുക്ക് കളയാം. AL by 60 A എന്ന് പറയുന്നത് N പകരം നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു 2πN by 60 ആണ്. അപ്പോൾ N എന്ന് പറയുന്നത് 60 ഒമേഗ ബൈ 2π ആണ്. ഈക്വൽ ടു 60 ഒമേഗ ബൈ 2π. ഇത് നമുക്ക് 60 ക്യാൻസൽ ആവും. സോ ഇറ്റ് വിൽ ബി L എന്ന് പറയുന്നത് L2R ആണ്. 2 ടൈംസ് റേഡിയസ് ഓഫ് ക്രാങ്ക് റേഡിയസ് ആണ്. സോ A ബൈ A ഇൻറ്റു L എന്ന് പറയുന്നത് 2R ആയി. പിന്നെ ഉള്ളത് ഒമേഗ ബൈ 2π ആണ്. ഇതിൽ 2 ക്യാൻസൽ ആവും. സോ V ബാർ ഇസ് ഈക്വൽ ടു A ബൈ A ഇൻറ്റു ഒമേഗ R ബൈ പൈ. ഇതാണ് മീൻ വെലോസിറ്റി. ഇതാണ് എയർ വെസലിൻ്റെ മുകളിലുള്ള മീൻ വെലോസിറ്റി. ഓക്കെ, മീൻ വെലോസിറ്റി. The velocity of water in the suction pipe or delivery pipe for the lengths LS dash and LD dash due to acceleration and retardation of the piston. അതായത് LS ഡാഷിലും LD ഡാഷിലും ഉണ്ടാകുന്ന വെലോസിറ്റി എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആ വെലോസിറ്റി A ബൈ A ഒമേഗ R സൈൻ ഒമേഗ T. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെറിവ് ചെയ്തതാണ്. ഇതാണ് LS ഡാഷിലും LD ഡാഷിലും. ഇത് LSലും LDയിലും LS ലെങ്ത്തിലും LD ലെങ്ത്തിലും ഇതായിരിക്കും മീൻ വെലോസിറ്റി. LS ഡാഷിലും LD ഡാഷിലും വെലോസിറ്റി വേരി ചെയ്യും. കാരണം അത് സൈൻ കോമ്പണൻ്റ് ആണ്. സൈൻ ടൈമിനനുസരിച്ച് വേരി. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഒന്നാമത് പ്രഷർ ഹെഡ് ഇൻ ദ ഡെലിവറി ഇൻ ദ സിലിണ്ടർ ഡ്യൂറിങ് പ്രഷർ ഹെഡ് in the cylinder during delivery stroke
ഡെലിവറി സ്ട്രോക്ക്. അതിൽ നമുക്കറിയാം പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സലറേഷൻ ഇൻ ദ ഡെലിവറി പൈപ്പ് ഓഫ് ലെങ്ത് എൽ ഡി ഡാഷ് ലെങ്ത്തിൽ നമുക്കറിയാം എച്ച് എ ഡി എന്നുള്ളത് എൽ ഡി ഡാഷ് ബൈ ജി ഇൻറ്റു എ ബൈ എ ഡി ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ ആണ്. ഓക്കെ, ആ തീറ്റക്ക് അനുസരിച്ചിട്ട് മാറും അല്ലേ. അപ്പോൾ അതിന് മുകളിൽ എന്തില്ല, എൽ ഡി എന്നുള്ള ലെങ്ത്തിൽ എന്തില്ല, എച്ച് എ ഡി ഇല്ല. എൽ ഡി ഡാഷിൽ എച്ച് എഫ് ഡി ഡാഷ് ഉണ്ടല്ലോ, എച്ച് എഫ് ഡി ഡാഷിന് ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ഹെഡ് ലോസ് 4F LD ഡാഷ് ഇൻറ്റു വി സ്ക്വയർ ബൈ 2GT. അതിൽ വി എന്താണ്, വി എന്ന് വെച്ചാൽ എ ബൈ എ ഡി ഇൻറ്റു ഒമേഗ ആർ സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ തീറ്റ. ഇതിൽ ഡി എന്താണ്, ഡെലിവറി പൈപ്പിൻ്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ എച്ച് എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് 4FL D ഡാഷ് ബൈ ഡി ഡി. നമ്മളിവിടെ ഇത് ഡി ഡി ആണ്, ഡി ഡി ഇൻറ്റു 2G ഇൻറ്റു എ ബൈ എ ഡി ഇൻറ്റു ഒമേഗ ആർ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ആണ്. ഇപ്പോൾ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ഡെലിവറി പൈപ്പ് ഫോർ ദ ലെങ്ത് ബിയോണ്ട് എയർ വെസൽ, അതായത് എച്ച് എഫ് ഡി എന്ന് പറയുന്നത്, ഇത് അപ് ടു എയർ വെസലാണ്, ഇത് ബിയോണ്ട് എയർ വെസൽ അഗെയിൻ 4FL LD ആണ്. ഇവിടെ LD ഡാഷ് ആണ് ബൈ DD ഇൻറ്റു 2G ഇൻറ്റു വി ബാർ ഡി ഹോൾ സ്ക്വയർ. അതായത് ഡെലിവറി പൈപ്പിലുള്ള മീൻ വെലോസിറ്റി വി ഡി ബാർ എന്നുള്ളത് നമുക്കറിയാം. വി ബാറിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ് എഴുതിയത്, എ ബൈ എ ഒമേഗ ആർ ബൈ പൈ അല്ലേ. അപ്പോൾ എ ബൈ എ ഡി ഒമേഗ ആർ ബൈ പൈ, ഇതാണ് വി ഡി. അപ്പോൾ എച്ച് എഫ് ടി എന്നുള്ളത് യു ക്യാൻ റൈറ്റ് 4FLD ബൈ ഡി ഡി ഇൻറ്റു 2G എ ബൈ എ ഡി ഇൻറ്റു ഒമേഗ ആർ ബൈ പൈ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ എച്ച് എഫ് ഡിയിൽ ഡിവൈഡ് ബൈ പൈ വരും, എച്ച് എഫ് ഡി ഡാഷിൽ ഇവിടെ ഒരു സൈൻ തീറ്റ വരും. ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ബൈ പൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എച്ച് എഫ് ഡി കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. എച്ച് എഫ് ഡി ഡാഷ് തീറ്റയ്ക്ക് അനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ നമുക്ക് പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ ഡ്യൂറിങ് ഡെലിവറി സ്ട്രോക്ക് ഓരോ കേസ് നമുക്ക് നോക്കാം. അപ്പോൾ തീറ്റ 0 ആകുമ്പോഴോ, തീറ്റ 0 സൈൻ തീറ്റ എന്താവും 1, സൈൻ തീറ്റ 0, കോസ് തീറ്റ 1. ടോട്ടൽ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ പ്രഷർ ഹെഡ് ഒന്ന് എച്ച് ഡി ഉണ്ട്, ഡെലിവറി സ്ട്രോക്കിൽ എച്ച് ഡി ഉണ്ട്, പിന്നെ എച്ച് എ ഡി ഉണ്ട്, പിന്നെ എന്തുണ്ട് എച്ച് എഫ് ടി ഡാഷ് ഉണ്ട് പ്ലസ് എച്ച് എഫ് ഡി ഉണ്ട്, പിന്നെ എന്തുണ്ട് വെലോസിറ്റി ടോട്ടൽ പ്രഷർ, പിന്നെ വെലോസിറ്റി ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ഡെലിവറി, ഔട്ട്ലെറ്റിലുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് എച്ച് ഡി പ്ലസ് എച്ച് എ ഡി പ്ലസ് എച്ച് എഫ് ഡി ഡാഷ് പ്ലസ് എച്ച് എഫ് ഡി പ്ലസ് വി ബാർ വി ഡി ഡിയുടെ ബാർ മീൻസ് സ്ക്വയർ ബൈ 2G. അപ്പോൾ വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് ഈസ് ഈക്വൽ ടു മീൻ വെലോസിറ്റി തന്നെയാണ്. ഓക്കെ, ഇത് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ എച്ച് ഡി പ്ലസ് എന്താണ് എൽ ഡി ഡാഷ് ബൈ ജി ഇൻറ്റു എ ബൈ എ ഡി ഒമേഗ സ്ക്വയർ ആർ. ഇതിൽ കോസ് തീറ്റ എന്താണ്, കോസ് തീറ്റ 1 ആണ്, അതുകൊണ്ട് ഇത് 1 ആയി, പ്ലസ്
അടുത്തത് ബിഗിനിങ്ങിൽ 0 അല്ലേ, HFD ഡാഷ് സൈൻ തീറ്റ 0 ആണ്, അതുകൊണ്ട് അത് പോയി. പിന്നെന്താണ് 4FLD ബൈ DD 2G ഇൻറ്റു A/AD ഇൻറ്റു ഒമേഗ R പൈ ഹോൾ സ്ക്വയർ ആണ്. പിന്നെ V ബാർ D സ്ക്വയർ, അതായത് A/AD ഇൻറ്റു ഒമേഗ R ബൈ പൈ ഹോൾ സ്ക്വയർ ബൈ 2G. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ പ്രഷർ ഹെഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദ സ്ട്രോക്ക്. അപ്പോൾ മിഡിൽ ഓഫ് ദ സ്ട്രോക്ക് ആണെങ്കിൽ മിഡിൽ ഓഫ് ദ സ്ട്രോക്ക് തീറ്റ 90 ഡിഗ്രിയും സൈൻ തീറ്റ 1 ആവും, കോസ് തീറ്റ 0. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഓഫ് ദ ടോട്ടൽ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എച്ച് ഡി ഉണ്ട് പ്ലസ് HAD 0, കാരണം അവിടെ കോസ് തീറ്റ 0 ആവുന്നുണ്ട്. HFD ഡാഷ് എന്ന് പറയുന്നത് 4FLD ഡാഷ് DD ഇൻറ്റു 2G ഇൻറ്റു A/AD ഒമേഗ R ഹോൾ സ്ക്വയർ പ്ലസ് HFD ഉണ്ട്, അത് 4FLD ബൈ DD ഇൻറ്റു 2G ഇൻറ്റു A/AD ഇൻറ്റു ഒമേഗ R ബൈ പൈ ഹോൾ സ്ക്വയർ പ്ലസ് അഗെയിൻ A/AD ഇൻറ്റു ഒമേഗ R ബൈ പൈ ഹോൾ സ്ക്വയർ ബൈ 2G. ഇത്രയുമാണ് സെക്കൻഡ് കേസിൽ ടോട്ടൽ പ്രഷർ ഹെഡ്. പിന്നെ തേർഡ് കേസിലാണെങ്കിലോ, തേർഡ് കേസ് വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി തീറ്റ 180 ആകുമ്പോൾ സൈൻ തീറ്റ 0 തന്നെയാണ്, കോസ് തീറ്റ എന്തായി -1. കോസ് തീറ്റ -1 ആയാൽ ടോട്ടൽ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് HD ഉണ്ട്, HAD എന്ന് പറയുന്നത് മൈനസ് ആവും, കാരണം LD ഡാഷ് ബൈ G ഇൻറ്റു A/AD ഇൻറ്റു ഒമേഗ സ്ക്വയർ R പ്ലസ് എന്ത് 4F മറ്റതില്ല അല്ലേ 0, HFD ഡാഷ് ഇല്ല 0. പിന്നെ HFD എന്താണ് 4FLD ബൈ DD ഇൻറ്റു 2G ഇൻറ്റു A/AD ഒമേഗ R ബൈ പൈ ഹോൾ സ്ക്വയർ പ്ലസ് A/AD ഒമേഗ R ബൈ പൈ ഹോൾ സ്ക്വയർ ബൈ 2G. ഇതിൽ നമുക്ക് സാധാരണ ഇതിൽ ഈ മൂന്ന് ഇക്വേഷൻസിലും LD ഡാഷ് ബൈ G ഇൻറ്റു A/AD ഇൻറ്റു ഒമേഗ സ്ക്വയർ ബൈ ആറും 4FLD ഡാഷ് ബൈ DD ഇൻറ്റു 2G A/AD ഇൻറ്റു ഒമേഗ R ഹോൾ സ്ക്വയറും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും, കാരണം LD ഡാഷ് എന്നുള്ളത് വെരി സ്മോൾ വാല്യൂ ആണ്, അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഈ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് ഏതൊക്കെ, ഈ ടേം നെഗ്ലക്റ്റ് ചെയ്യാം ഇതിൽ, അതേപോലെ ഈ ഇക്വേഷനിൽ ഈ ടേം നെഗ്ലക്റ്റ് ചെയ്യാം, ഈ ഇക്വേഷനിൽ ഇത് നെഗ്ലക്റ്റ് ചെയ്യാം. ഈ മൂന്ന് ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഇതേ നമ്മൾ സക്ഷൻ സ്ട്രോക്കിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, സക്ഷൻ സ്ട്രോക്ക് ഇതാ, ഞാൻ ജസ്റ്റ് നമ്മൾ ഡെലിവറി സ്ട്രോക്ക് പറയുന്ന പോലെ തന്നെ പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സലേഷൻ ഇൻ ദി സക്ഷൻ പൈപ്പ് ഓഫ് ലെങ്ത് LS ഡാഷ് എന്താണ്, LS ഡാഷിലുള്ള വാല്യൂ ഇതാണ്. പിന്നെ LS ഡാഷിന് പുറത്തേക്ക്, അതായത് LS എന്നുള്ള ലെങ്ത്തിൽ എന്തുണ്ടാവില്ല,
ഈ ഹെഡ് ഉണ്ടാവില്ല അല്ലേ, ഈ ഹെഡ് ഉണ്ടാവില്ല. LS ഡാഷിൻ്റെ ലെങ്ത്തിൽ മാത്രമേ ആക്സലറേഷൻ ഹെഡ് ഉണ്ടാവും. ലോസ് ഓഫ് ഫ്രിക്ഷൻ രണ്ടിലും ഉണ്ടാവും. HFS ഡാഷും ഉണ്ടാവും, HFSും ഉണ്ടാവും അല്ലേ. HFS ഡാഷ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ്. അതിൽ 4F LS ഡാഷ് ഇൻറ്റു VS²/2DS2G. അതിൽ VSൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി A/AS ഇൻറ്റു ω/r സൈൻ തീറ്റയാണ്, ω/r സൈൻ തീറ്റ. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ LS ഡാഷിന് താഴേക്കുള്ള ലെങ്ത്ത്, അതായത് എയർ വെസലിന് താഴേക്കുള്ള ലെങ്ത്തിൽ മീൻ വെലോസിറ്റി ആയിരിക്കും, VS ബാർ ആയിരിക്കും. VS ബാർ എന്ന് വെച്ചാൽ A/AS ഇൻറ്റു ω/r/π. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക് θ0 സൈൻ θ0 കോസ് θ1. അപ്പോൾ HS ഉണ്ടാവും, HAS ഡാഷ് ഉണ്ടാവും, HFS ഡാഷ് ഉണ്ടാവും, HFS ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ഒരു വെലോസിറ്റി ഹെഡ് VS ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡാണ്. VS bar²/2G. S/2G. അതിൽ HS അടുത്ത് തന്നെ നോക്കാം. HAS ഡാഷിൻ്റെ ഇക്വേഷനാണിത്. HFS ഡാഷ് 0 ആയിരിക്കും, കാരണം സൈൻ തീറ്റ 0 ആണ്. അപ്പോൾ വെലോസിറ്റി 0 ആയി അല്ലേ. ബിഗിനിങ് ഓഫ് സ്ട്രോക്കിൽ വെലോസിറ്റി 0 ആണ്, പക്ഷേ ഇത് മീൻ വെലോസിറ്റിയാണ്. HFS മീൻ വെലോസിറ്റിയിലാണ്. പിന്നെ ലാസ്റ്റ് വെലോസിറ്റി ഹെഡ്. ഓക്കെ. ഇനി മിഡിൽ ഓഫ് ദ സ്ട്രോക്കിൽ θ 90 ഡിഗ്രി, അപ്പോൾ സൈൻ തീറ്റ 1 ആയി, കോസ് തീറ്റ 0 ആയി. അപ്പോൾ അതിൽ HS ഡാഷ് ഉണ്ടാവും, HAS ഡാഷ് ഉണ്ടാവില്ല, കാരണം അവിടെ കോസ് തീറ്റയാണ് വരുന്നത്. കോസ് തീറ്റ 0 ആയി. അതായത് മിഡിൽ ഓഫ് ദ സ്ട്രോക്കിൽ ആക്സലറേഷൻ ഹെഡ് 0 ആണ്. HFS ഡാഷ് എന്ന് വെച്ചാൽ വെലോസിറ്റി മാക്സിമം ആയി. അപ്പോൾ 4F LS ഡാഷ്/DS2G ഇൻറ്റു വെലോസിറ്റി എന്തോന്നു, A/AS ω/r² വന്നു. HFS സെയിം, അഗെയിൻ സെയിം. പിന്നെന്താണ്, വെലോസിറ്റി ഹെഡും സെയിം. അതേപോലെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് θ 180 ഡിഗ്രി എൻഡ് ഓഫ് ദ സ്ട്രോക്ക്. അപ്പോൾ സൈൻ തീറ്റ 0 ആയി, കോസ് തീറ്റ -1 ആയി. അപ്പോൾ HS അങ്ങനെ, പക്ഷേ ഇത് മൈനസ് വന്നു. അടുത്തത് HFS ഡാഷ് 0 ആയി. HFS എന്ന് പറയുന്നത് സെയിം വാല്യൂ, VS²/2G സെയിം വാല്യൂ. ഇതിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ടേമും, LS ഡാഷ് വരുന്ന രണ്ട് ടേമും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം LS എന്നുള്ളത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. നമുക്ക് വർക്ക് ഡൺ ബൈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിത്ത് എയർ വെസൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എത്ര വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയൊരു കോൺസ്റ്റൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എഴുതിയില്ലേ, വർക്ക് ഡൺ. അപ്പോൾ ഏതൊക്കെ ഹെഡിന് അഗൈൻസ്റ്റ് ആണ് വർക്ക് ചെയ്യേണ്ടത്? ഒന്ന് HS ഉണ്ട്, HD ഉണ്ട്, HFS ഉണ്ട്, HFD ഉണ്ട്, VS²/2G ഉണ്ട്, VD²/2G ഉണ്ട്, പിന്നെ എന്താ 2/3 HFS ഉണ്ട്, 2/3 HF ഡാഷ് ഉണ്ട്. കാരണം എന്താ HS HD എന്തായാലും ഉണ്ട്. ഈ HFSും HFDയും ഉണ്ട്, അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതും ഉണ്ട്. പിന്നെ എന്താ എക്സ്ട്രാ വരുന്നത്? നമ്മൾ 2/3 HFS ഡാഷും ഉണ്ട്, 2/3 HFD ഡാഷും ഉണ്ട് അല്ലേ. ഇതെന്താണ് ഇവിടെ 2/3 വന്നത്? ഇതിന് മാത്രം 2/3 വന്നത് കാരണം ഇവിടെ മാത്രമേ വെലോസിറ്റി വേരി ചെയ്യുന്നുള്ളൂ. അതായത് അപ് ടു എയർ വെസൽ വരെ വെലോസിറ്റിയിൽ വേരിയേഷൻ ഉണ്ട്. എയർ വെസലിന് മുകളിൽ എന്താണ്, മീൻ വെലോസിറ്റി തന്നെയാണ്, അതുകൊണ്ട് അവിടെ 2/3 വരില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി വേരിയേഷൻ വരുന്നിടത്താണ് നമ്മൾ ആ പാരാബോളിക് നേച്ചർ വരുന്നത്. പാരാബോളിക് ഇൻഡിക്കേറ്റർ ഡയഗ്രാം പാരാബോളിക് വരുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ. പക്ഷേ അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ HFS ഡാഷും HFD ഡാഷും നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ടേമും നെഗ്ലക്റ്റ് ചെയ്യാം. അതാണ് ഓൾസോ ദ വാല്യൂസ് ഓഫ് HFS ഡാഷ് HFD ഡാഷ്. നമ്മൾ ഓൾറെഡി HAS ഡാഷും HAD ഡാഷും നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഇത് എഴുതിയത്. അത് ഇതിൽ എഴുതിയിട്ടേ ഇല്ല. പിന്നെ ഇത് പറയുന്നുണ്ട് VS²/2G VD -²/2G VD bar²/2G ആർ വെരി സ്മോൾ ആസ് ദേ ക്യാൻ. ഇതും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ തത്വത്തിൽ നമുക്ക് ഫൈനലി ρg/16 HS + HD + HFS + HFD ആണ് നമ്മൾ എയർ വെസലിൻ്റെ കേസ്. സോ വർക്ക് ഡൺ ബൈ റെസിപ്രോക്കേറ്റിംഗ് വിത്ത് എയർ വെസൽസ് നമുക്ക് ഇത്ര മാത്രമേ വരുന്നുള്ളൂ, ഇത്ര മാത്രമേ വർക്ക് വരുന്നുള്ളൂ. പക്ഷെ വിത്തൗട്ട് എയർ വെസൽ ആണെങ്കിൽ നമുക്ക് അവർ 2/3 HFS വരുന്നില്ലേ. ഇതിൽ ഈ HFS ആൻഡ് HFD എന്ന് പറയുന്നത് ആ ലെങ്ത് ഏതാണ്? എയർ വെസലിന് മുകളിലെ ലെങ്ത്താണ്. അപ്പോൾ എയർ വെസലിന് താഴെയുള്ള ലെങ്ത്തിൽ ഉള്ള ഫ്രിക്ഷൻ
നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന് മുകളിൽ ലെങ്ത്. ഓക്കെ, മുകളിൽ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് സേവ്ഡ് ബൈ ഫിറ്റിംഗ് എയർ വെസൽസ് എങ്ങനെ കാണാൻ പറ്റും? വർക്ക് സേവ്ഡ് ബൈ ഫിറ്റിംഗ് എയർ വെസൽസ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.